പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്നത്തെ വചനം യോഹന്നാൻ 3 അധ്യായം 19 വാക്യം മുതൽ. വിശുദ്ധ യോഹന്നാൻ 3 അധ്യായം 19 വാക്യം മുതൽ. ഇതാണ് ശിക്ഷാവിധി, പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു. തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ വെറുക്കുന്നു, അവൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് അവൻ വെളിച്ചത്ത് വരുന്നുമില്ല. സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു, അങ്ങനെ അവൻ്റെ പ്രവൃത്തികൾ ദൈവ ഐക്യത്തിൽ ചെയ്യുന്നവയെന്ന് വെളിപ്പെടുന്നു. ഇതാണ് ശിക്ഷാവിധി, മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. അത് അറിവില്ലായ്മയുടെ കാലഘട്ടത്തിലൊക്കെ വൈകുന്നേരമാകുമ്പോഴാണ് നമ്മൾ ആക്റ്റീവ് ആകുന്നത്. നമ്മൾ നല്ല ഡ്രസ്സൊക്കെ മാറി കുളിച്ച് ഒരുങ്ങി പബ്ബുകളിലേക്കും മയക്കുമരുന്ന് കേന്ദ്രങ്ങളിലേക്കും ബാറുകളിലേക്കും ഡാൻസിങ് ഫ്ലോറുകളിലേക്കുമൊക്കെ വിശിഷ്ടമായി നല്ല നന്നായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് നമ്മൾ ഈ നിശാ പാർട്ടികളിൽ അല്ലെങ്കിൽ നിശാ വിരുന്നുകളിലേക്ക് പാപത്തിൻ്റെ സന്തതികൾ സാത്താനാൽ നയിക്കപ്പെട്ട് അവർ പോകുന്നു. അതുപോലെ തന്നെ പലപ്പോഴും ഞാൻ കാണുന്നുണ്ട്, നമ്മൾ ഈ അതിരാവിലെ സൂര്യൻ ഉദിച്ചു വരുന്നുണ്ടാവുള്ളൂ, നമ്മൾ പള്ളിയിലേക്കൊക്കെ പോകുന്ന സമയത്ത് വഴിവക്കിൽ വെറുതെ ബീഡിയും കത്തിച്ചിങ്ങനെ വലിച്ചിരുന്ന് നാട്ടുവിശേഷം പറഞ്ഞ് ഇരിക്കുന്നവരെയും കാണാൻ സാധിക്കും. ഒരു സ്റ്റെപ്പ് വെച്ചാൽ അവർ പള്ളിക്കകത്തോട്ട് വരും, പക്ഷെ അത് വെക്കില്ല. കാരണം അവർ പ്രകാശം വന്നു കഴിഞ്ഞിട്ടും പ്രകാശത്തേക്കാൾ അധികമായി അവർ അന്ധകാരത്തെ സ്നേഹിക്കുന്നു. അന്ധകാരത്തിൽ നടക്കുന്നവന് പ്രകാശത്തിൽ വരാൻ സാധിക്കുകയില്ല. എനിക്കൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ഒരു റൈറ്റ്ഫുൾ ലിവിങ് അല്ലെങ്കിൽ നമ്മൾ തിന്മയുടെ പിടിയിലൊക്കെ ആണെങ്കിൽ വെളിച്ചത്തിലേക്ക് വരുവാനും മറ്റുള്ളവരെ ഫേസ് ചെയ്യാനുമൊക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മളെപ്പോഴും ആ ഇരുട്ടിനെ നമ്മൾ സ്നേഹിക്കും. അപ്പോൾ നമുക്ക് പറ്റിയ കമ്പനികളും ആ സന്ധ്യയാകുമ്പോൾ നമ്മുടെ ചുറ്റിനും വന്നു ചേരും. എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് മിനിമം പരദൂഷണ കമ്മിറ്റികൾ, നാട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നു എന്നുള്ള പരദൂഷണ കമ്മിറ്റികൾ, അല്ലെങ്കിൽ മദ്യപാന സദസ്സുകൾ, മയക്കുമരുന്നിൻ്റെ പരിപാടികൾ, നിശാ പാർട്ടികൾ, ഇതെല്ലാം നിങ്ങൾ നോക്കിക്കോ, ലോകത്തിൽ എവിടെ തിരിഞ്ഞു നോക്കിയാലും ദൈവത്തിൻ്റേതല്ലാത്ത കാര്യങ്ങളെല്ലാം വെളിച്ചത്ത് ചെയ്യപ്പെടുന്നില്ല, അതെല്ലാം ഇരുട്ടിൽ ചെയ്യുന്നതാണ്. അതിൻ്റെ അടിമകൾക്ക് വെളിച്ചത്തിലേക്ക് വരാനും സാധിക്കുകയില്ല. ഇപ്പോൾ പള്ളിയിലേക്കൊക്കെ പോകുമ്പോൾ കുറേ ചെറുപ്പക്കാരെ ഞാൻ കാണാറുണ്ട്. അതായത് അകത്തേക്ക് കയറില്ല, പള്ളിയുടെ അകത്തേക്ക് കയറില്ല, അവരെ വരാന്തയിലൊക്കെ ഇരിക്കും. വീട്ടുകാർ ചിലപ്പോൾ നിർബന്ധിച്ച് വിടുന്നതായിരിക്കും, പക്ഷെ അവർക്ക് ആ പള്ളിക്കകത്തോട്ട് കയറിയ ദൈവത്തിൻ്റെ പ്രകാശത്തിൽ ആയിരിക്കാൻ അവർക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. അവരൊക്കെ അന്ധകാരത്താൽ നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ജീവിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നമ്മുടെ സർവശക്തനായ പിതാവ് നമ്മെ ഇതിൽ നിന്നെല്ലാം നമ്മളെ വിടുവിക്കും.
ആകെ കൂടി നമ്മൾ ചെയ്യേണ്ടത് കർത്താവിനെ ജീവൻ്റെ നാഥനായി സ്വീകരിക്കുക. എൻ്റെ കർത്താവേ, ഈ വക ദോഷങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എനിക്ക് സ്വയമേ അതിൽ നിന്ന് പുറത്ത് കടക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. അങ്ങ് എന്നെ രക്ഷിക്കണമേ എന്ന് മുട്ടിപ്പായി പ്രാർത്ഥിച്ചാൽ വിളി കേൾക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. നമ്മളെ തീർച്ചയായും കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. കർത്താവിൻ്റെ ലഹരി നമ്മളെ പിടികൂടിയാൽ അതാണ് ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായ ലഹരി. വേറെ ഒന്നിനും അതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നിൽക്കാനായിട്ട് സാധിക്കുകയില്ല. ദൈവം നമ്മളെ എല്ലാവരെയും വെളിച്ചത്തിലേക്ക് വിളിക്കുന്നു. ദൈവത്തിന് പ്രത്യേകിച്ച് ഈ അന്ധകാരത്തിൻ്റെ വഴികളിൽ പെട്ടുപോയ നിഷ്കളങ്കരായ മനുഷ്യരെ ദൈവത്തിന് ഇഷ്ടമാണ്. നമ്മൾ ദൈവത്തിൽ നിന്ന് ഓടി അകലേണ്ട ആവശ്യമില്ല. നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുകയാണെങ്കിൽ, കർത്താവിൻ്റെ മുമ്പിൽ പള്ളിയിലൊക്കെ പോകാൻ നമുക്ക് നാണമാണെങ്കിൽ, കുമ്പസാരിക്കാനും വിശുദ്ധ കുർബാനയെല്ലാം സ്വീകരിക്കാൻ നമുക്ക് ജാള്യതയുണ്ടെങ്കിൽ, അതിൻ്റെ അർത്ഥം സാത്താൻ നമ്മളെ ഭരിക്കുന്നു എന്നുള്ളതാണ്. പാപം നമ്മളെ ഭരിക്കുന്നു. പർദീസയിലായിരുന്ന ആദത്തിനും ഹവ്വയ്ക്കും യാതൊരുവിധ നാണമോ അങ്ങനെ ഒരു വികാരം അവർക്ക് ഉണ്ടായിരുന്നില്ല. പാപം ചെയ്തപ്പോഴാണ് അവർ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് വരാനായിട്ട് അവർക്ക് പ്രോബ്ലമായത്. അപ്പോൾ ദൈവം അവർക്ക് ലജ്ജയും ഇതെല്ലാം വന്നത്. ദൈവം നമ്മളെ പ്രകാശത്തിലേക്ക് വിളിക്കുന്നു. ദൈവത്തിൻ്റെ വെളിച്ചം നമ്മളിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ ലോകത്തിന് തന്നെ പ്രകാശമായി തീരേണ്ടവരാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു 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 ജാതി ഒരു അടിമത്ത ജീവിതം, പാപത്തിനോടുള്ള ഒരു അടിമത്തമായിട്ടുള്ള ഒരു ജീവിതം നയിക്കേണ്ടവരല്ല. ദൈവം ഇതിൽ നിന്നെല്ലാം എല്ലാവിധ ബന്ധനങ്ങളിൽ നിന്നും നമുക്ക് മോചനം നൽകും. കർത്താവ് കാത്തിരിക്കുന്നു. ആകെ കൂടി നിങ്ങളെല്ലാം ശ്രമിച്ചിട്ടുണ്ടാവുമല്ലോ. ട്രൈ ജീസസ് ക്രൈസ്റ്റ് ഓൾസോ. ദൈവത്തെയും കൂടി ഒന്ന് പരീക്ഷിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ടെന്ന് വയ്ക്കൂ. അപ്പോൾ നമുക്ക് ആത്മാർത്ഥമായി ദൈവത്തിങ്കിലേക്ക് ഒന്ന് തിരിയാം. കർത്താവെ, ഞാൻ എൻ്റെ സ്വന്തം ശക്തിയെ ആശ്രയിച്ചിട്ട് ഇതിൽ നിന്നൊക്കെ വിടുതൽ നേടാൻ ശ്രമിച്ചിട്ട് എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല. അങ്ങ് എന്നെ രക്ഷിക്കണമേ എന്ന് മുട്ടിപ്പായി വിളിച്ച് പ്രാർത്ഥിച്ചാൽ വിളി കേൾക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. നമുക്ക് സ്വയം നമ്മുടെ സ്വന്തം ശക്തികളിൽ ആശ്രയിക്കുന്നതിന് പകരം കർത്താവിൽ ആശ്രയിക്കുവാനുള്ള വിവേകവും എളിമയും എല്ലാം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരട്ടെ. നമുക്ക് അതിനുള്ള ഒരു ദാഹത്തിനായി കർത്താവിനോട് പ്രാർത്ഥിക്കാം. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ.